നമസ്കാരം. ഇന്ന് 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച. മലയാള മാസം കർക്കിടകം 30, കൊല്ലവർഷം 1200 ആണ്ട്, നക്ഷത്രം അശ്വതി. ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ നോക്കാം. അശ്വതി, ആത്മവിശ്വാസം വർദ്ധിക്കും. ചിലവുകൾ നിയന്ത്രിക്കുക. പരിഹാരത്തിനായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെള്ളരിക്ക നിവേദ്യം സമർപ്പിക്കുക. ഭരണി, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യം. പരിഹാരത്തിന് ദുർഗാദേവിക്ക് പൂജ അർപ്പിക്കുക. കാർത്തിക, ജോലിയിൽ പുരോഗതിയുണ്ടാകും. യാത്രകൾ അനുയോജ്യമായി വരും. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക. രോഹിണി, മാനസിക സമ്മർദ്ദം കുറയും. ചിലവുകൾ കൂടാം. പരിഹാരത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസി ദാനം ചെയ്യുക. മകയിരം, ഭാഗ്യം അനുകൂലമായി വരും. യാത്രകളിൽ ജാഗ്രത പുലർത്തുക. പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാല് സമർപ്പിക്കുക. തിരുവാതിര, വരുമാനത്തിൽ വർധനയുണ്ടാകും. ആരോഗ്യത്തിൽ പുരോഗതി കാണുന്നു. പരിഹാരത്തിനായി ശിവക്ഷേത്രത്തിൽ ധൂപം സമർപ്പിക്കുക. പുണർദം, പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേക്കും. പരിഹാരമായി ദുർഗാദേവിക്ക് ചന്ദനപ്പൂവ് സമർപ്പിക്കുക. പൂയം, സാമ്പത്തികപരമായി നേട്ടങ്ങൾക്ക് സാധ്യത. വിദൂരയാത്രയ്ക്ക് നല്ല സമയം. പരിഹാരത്തിനായി ഗുരുവിൻ്റെ ചിത്രത്തിന് മുൻപ് ദീപം തെളിയിക്കുക. ആയില്യം, ബന്ധങ്ങളിൽ വേദന കുറയും. ചെറിയ രീതിയിലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാൻ ഇടയുണ്ട്. പരിഹാരമായി നാഗത്തിന് പാൽ നിവേദ്യം അർപ്പിക്കുക. മകം, ജോലിയിൽ സമ്മർദ്ദം കുറയും. പരിഹാരത്തിന് പിതൃകർമ്മങ്ങൾ നിർവഹിക്കുക. പൂരം, കടങ്ങൾ തീർക്കാൻ അവസരം ലഭിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ വെള്ളപ്പൂവ് സമർപ്പിക്കുന്നത് പരിഹാരത്തിന് ഉത്തമം. ഉത്രം, വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാകും. ഗുരുവിൻ്റെ പേരിൽ ദാനം ചെയ്യുന്നത് ഉത്തമം. അത്തം, കുടുംബ ചടങ്ങുകൾക്ക് അനുയോജ്യമായ ദിവസം. മഹാവിഷ്ണുവിന് അരി സമർപ്പിക്കുന്നത് ഉത്തമം. ചിത്തിര, വരുമാനത്തിൽ വർധനയുണ്ടാവാൻ സാധ്യതയുണ്ട്. ശനിദേവന് കാണിക്ക അർപ്പിക്കുന്നത് പരിഹാരം ചെയ്യും. ചോതി, സമ്മർദ്ദം കുറയും. ചിലവുകൾ നിയന്ത്രിക്കുക. ഹനുമാൻ ചാലീസ പാരായണം മുടങ്ങാതെ നടത്തുക. വിശാഖം, തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം കഴിപ്പിക്കുന്നത് ഉത്തമം. അനിഴം, ആത്മവിശ്വാസം വർദ്ധിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് നൽകുന്നത് ഉത്തമം. തൃക്കേട്ട, പുതിയ ബന്ധങ്ങൾ ഉപകാരപ്രദമായി വന്നു ചേരും. പരിഹാരമായി ദുർഗാ നാമജപം നടത്തുക. മൂലം, സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന ദിനം. ഹനുമാൻ ക്ഷേത്രത്തിൽ വാഴപ്പഴ നിവേദ്യം അർപ്പിക്കുന്നത് ഗുണം ചെയ്യും. പൂരാടം, ജോലി മേഖലകളിൽ നേട്ടം കാണുന്നു. ശിവനാമജപം മുടങ്ങാതെ ചൊല്ലുക. ഉത്രാടം, ബന്ധങ്ങളിൽ സൗഹൃദമുണ്ടാകും. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. തിരുവോണം, സാമ്പത്തികപരമായി നേട്ടങ്ങളുണ്ടാവുന്ന ദിനം. ഗുരുവിൻ്റെ പേരിൽ വെള്ളക്കുടം ദാനം ചെയ്യുന്നത് ഉത്തമമായി പരിഗണിക്കും. അവിട്ടം, ജോലിയിൽ സമ്മർദ്ദം കുറയും. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാളികേരം സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും. ചതയം, പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ ഉചിതമായ ദിനം. ദുർഗാദേവിക്ക് കുങ്കുമം സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കും. പൂരുരുട്ടാതി, സാമ്പത്തിക പുരോഗതി കാണുന്നു.
പിതൃക്കൾക്ക് തിരുവാതിര കിളരി അർപ്പിക്കുക. ഉത്രട്ടാതി ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വിഷ്ണുവിന് വെള്ളരി സമർപ്പിക്കുന്നത് പരിഹാരത്തിന് സാധിക്കും. രേവതി മാനസിക സമാധാനമുണ്ടാകും. പരിഹാരത്തിനായി ശിവക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുക. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സമ്പൂർണ്ണ വാർഷിക നക്ഷത്ര ഫലങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. തന്നിരിക്കുന്ന നക്ഷത്ര ഫലങ്ങളിൽ ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നന്ദി. ശുഭദിനം.